ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്താ ജീവിത സത്യങ്ങള്? വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ ജോലിയും വിജയിച്ചു എന്ന് വരില്ല. ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോ കൂടെ കരയാൻ നിന്റെ മകൻ പോലും വരില്ല എന്ന് അറ്റ്ലസ് രാമേന്ദ്രനോട് ചോദിച്ചാൽ അറിയാം. സത്യമതല്ലേ? സത്യമതല്ലേ? അതൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. നീട്ടി വലിച്ച് പറഞ്ഞു കൊടുക്കരുത്. ചെറിയ ചെറിയ വാക്കുകൾ നല്ല രസമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ചോദിക്കാം, ഇന്നലെ അമ്മ പറഞ്ഞത് എന്റെ മോന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം. ഈ മുഖത്ത് തുറിച്ചു നോക്കി പുലി നോക്കുന്ന മാതിരി ചോദിക്കരുത്. ചുമ്മാ ദോശ ഉണ്ടാക്കുമ്പോ ദോശ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ ഇന്നലെ അമ്മ എന്തൊക്കെയാ മോനോട് പറഞ്ഞതെന്ന് മോന് ഓർമ്മയുണ്ടോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓ, മോന് മൂടില്ല അല്ലേ? ശരി, മൂഡ് വരുമ്പോ പറയാം. അങ്ങനെ നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നോക്കാം. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നിങ്ങൾ പറയണം, നിന്നെ പോലൊരു മകനെ, നിന്നെ പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെയും അച്ഛന്റെ പുണ്യമാണെന്ന് പറയണം. ആ കുട്ടിക്ക് തോന്നണം, ഇതുപോലൊരു അമ്മയുടെയും അച്ഛന്റെയും മകനായി ജനിച്ചത് പുണ്യമാണ്. ഇത് തോന്നിക്കാൻ ഇത്രയും വലിയ വിഷമമൊന്നുമില്ല. അവരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ട ഫീലിംഗും അതൊന്ന് നന്നാക്കിയാൽ മതി. ഇപ്പൊ നമ്മളുടെ ജീവിതം, നമ്മളുടെ മനസ്സിന്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മനസ്സിനെ ഉയർത്താനും വളർത്താനും തളർത്താതിരിക്കാനും തകർക്കാതിരിക്കാനും പറ്റിയ വിധത്തില് മനസ്സിന് നന്മ വരുത്താൻ അനുഗ്രഹിക്ക, അഭിനന്ദിക്ക, ആശീർവദിക്ക, ആശ്വസിപ്പിക്ക, കഥകൾ കേൾപ്പിക്ക, അനുഭവങ്ങൾ കേൾപ്പിക്ക, ഉപദേശങ്ങൾ കേൾപ്പിക്ക, ജീവിത സത്യങ്ങൾ കേൾപ്പിക്ക, മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, അമൃതാനന്ദമയുടെ കീഴില് അയുദ്ധ അമൃത യുവധാര, സായിബാബയുടെ കീഴില് ബാലവികാസ് ഉണ്ട്, ശ്രീ രവിശങ്കറിന്റെ കീഴിലുണ്ട്, ചിന്മയ മിഷനിലുണ്ട്. ഇവിടെയൊക്കെ കുട്ടികളെ അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ വികസിപ്പിക്കാനുള്ളതുണ്ട്. SNDPയും അത് തുടങ്ങണം കുട്ടികൾക്ക് വേണ്ടി. ആ കുട്ടികളെ 1 മണിക്കൂർ കയ്യിൽ കിട്ടിയാൽ അവര് മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം 6 കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നമ്മള് ഒരു 20 വാക്ക് അങ്ങോട്ട് സംസാരിച്ചാൽ, നമ്മള് 20 വാക്ക് കുട്ടികളോട് സംസാരിച്ചാൽ കുട്ടികളെ കൊണ്ട് 80 വാക്ക് ഇങ്ങോട്ട് സംസാരിപ്പിക്കണം. 1 വേ ട്രാഫിക് ആവരുത്. ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനേ പെർമിഷൻ ഉള്ളൂ, നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ ഇവിടെ പെർമിഷൻ ഇല്ല. പക്ഷെ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോ 1/4, 1/5 നിങ്ങൾ സംസാരിക്കാം, ബാക്കി 4/5 അവരിങ്ങോട്ട് സംസാരിക്കാം. അപ്പൊ കുട്ടികൾ വരും. ആ കുട്ടികളുടെ മനസ്സിനെ ഉയർത്താം, ശുഭാപ്തി വിശ്വാസം കൊടുക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക, കൂട്ടത്തിൽ അറിയിക്കുക. എല്ലാ കാര്യവും വിജയിച്ചു എന്ന് വരില്ല. എപ്പോഴും 10 റാങ്കിന്റെ ഉള്ളിൽ വന്നു എന്ന് വരില്ല. ചിലപ്പോ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയെന്ന് വരില്ല, നല്ല ജോലി കിട്ടിയെന്ന് വരില്ല, ജീവിതത്തില് ആരോഗ്യം എപ്പോഴും നിലനിന്നു എന്ന് വരില്ല, കോമ്പറ്റീഷനിൽ എപ്പോഴും ഒന്നാമനാവാൻ പറ്റിയെന്ന് വരില്ല. ഇടയ്ക്കൊന്ന് അറിയിക്കാം. ആ മനസ്സിനകത്ത് ജീവിതത്തില് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും ഒക്കെ ഉണ്ടെന്ന് അറിയിക്കുക കുട്ടികളെ. അവരുടെ മനസ്സ്, നമ്മുടെ മനസ്സ് അത് ഉയർത്തുക, ചിന്തകളെ ഉയർത്തുക, കർമ്മങ്ങളെ ധന്യമാക്കുക. അതാണ് മനസ്സിനെ ഉയർത്താൻ. അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ദ മൈൻഡ്. അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ ദ മൈൻഡ്. നമ്മളുടെ മനസ്സും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരുടെ മനസ്സും ഉയർത്താനായിട്ട് ഉജ്ജ്വലമായിട്ട് ഉപയോഗിക്കാൻ നമ്മളുടെ ജീവിതം. ശരീരത്തിനെ ഉയർത്തുക, നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതമാക്കാം. രാവിലെ ഏകദേശം ഒരു 5:30 മണിക്ക് എഴുന്നേൽക്കാം. കിടക്കയിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറയുക. എന്തിനാ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നതെന്ന് കുട്ടികൾ ചോദിക്കും. ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം. എന്തിനാ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ. ഭൂമി നിലം തൊട്ട് തലയിൽ വെച്ചിട്ട് എഴുന്നേൽക്കാവൂ. എന്തിനാത്? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി
കാല് വഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ വാതരോഗം ഉണ്ടാവും. കൈയാണ് തൊടുന്നതെങ്കിൽ കൈ വഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ വാതരോഗം ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അത് സയന്റിഫിക്കാ. രാവിലെ പല്ല് തേക്കുക, പല്ല് ക്ലീൻ ആവാൻ, നാക്ക് വടിക്കുക, നാക്ക് ക്ലീൻ ആവാൻ, വായ കഴുകുക, വായ ക്ലീൻ ആവാൻ, ബെഡ് കോഫി ഒഴിവാക്കുക. വായിലുള്ള പ്രൈമറി അമീൻസ് അകത്ത് പോകുമ്പോൾ ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം പല്ല് തേച്ച് വായ കഴുകി കുളിക്കുക. നല്ല രീതിയിൽ കുളിച്ച് ശരീരം ക്ലീൻ ചെയ്ത് നിങ്ങളെ പൂജാമുറിയിലിരുന്ന് 15 ദീർഘശ്വാസം ലങ്സ് ക്ലീൻ ആക്കാൻ 20-15 മിനിറ്റ് പ്രാർത്ഥന. അതിൽ ദൈവദശകം നിർബന്ധമായിട്ടും ചേർക്കാം. ദൈവദശകം നിർബന്ധമായിട്ടും രാവിലത്തെ പ്രാർത്ഥന, കുറച്ച് നാമം ജപിക്കാം, കുറച്ച് കീർത്തനങ്ങള്, ഒരു 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും നിങ്ങളും നിങ്ങളുടെ മക്കളെയും പ്രാർത്ഥിപ്പിക്കണം. ആ പ്രാർത്ഥന ഇന്ന് ലോകം അംഗീകരിച്ചതാ. ദ ഫാമിലി പ്രേ ടുഗദർ, സ്റ്റേ ടുഗദർ. ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് വേണം. വളരെ ഇന്നാ ദൈവദശകം ചൊല്ലിയത് നല്ല രീതിയിലാ. ഒന്നാമത്തെ വരി 4 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. ആദ്യത്തെ 2 പ്രാവശ്യം, പിന്നെ 3 പ്രാവശ്യം, 4-5 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ ആ ദൈവദശകം അത് പ്രാർത്ഥനയാണ്. ദൈവദശകത്തിന്റെ പ്രത്യേകത ഒന്നാമത്തെയും 2ാമത്തെയും വരി പ്രാർത്ഥനയാ, 3ാമത്തെ വരി സ്തുതിയാ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അത് പ്രാർത്ഥനയല്ല, അത് സ്തുതിയാ. അതേ സമയത്ത് ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അത് പ്രാർത്ഥനയാ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, അത് പ്രാർത്ഥനയാ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ, അത് സ്തുതിയാ. അങ്ങനെ സ്തുതി ഏത്, പ്രാർത്ഥന ഏത് എന്ന് അറിഞ്ഞു വേണം ദൈവദശകം ചൊല്ലാൻ, ദൈവദശകം ആലപിക്കാൻ. സർവമന്ത്രത്തിന്റെയും സത്താണത്. അതിന്റെ അവസാനം നിങ്ങൾ നോക്കിയാൽ മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോഹ വിഷാജുഹോമി സമാനീവ ആഗോതി സമാനാ ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസു സഹാസതി. ഋഗ്വേദത്തിന്റെ അവസാനത്തെ മന്ത്രം ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ആ ദൈവദശകത്തിന്റെ ലാസ്റ്റ് വരിയും ഋഗ്വേദത്തിന്റെ ലാസ്റ്റ് 2 വരികളും ഒന്ന് തന്നെയാണ്. എത്ര ധന്യമായിട്ടാണത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയും കൂടി പഠിക്കാനൊന്ന് ശ്രമിക്കാം.